ഇപ്പോൾ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി.എസ്. അച്യുതാനന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം 28/93/2017 മൂന്നാർ കയ്യേറ്റം സംബന്ധിച്ച് തെറ്റിദ്ധാരണാജനകമായ പല വാർത്തകളും വരുന്ന സാഹചര്യത്തിൽ മൂന്നാർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ 2006-2011 LDF സർക്കാർ നടത്തിയ ശ്രമങ്ങളും അതിൻ്റെ ബാക്കി പത്രവും സംബന്ധിച്ച ചില കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. 2006-2011 കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിന് സമർപ്പിക്കപ്പെട്ട 2 അഷ്വറൻസ് കമ്മിറ്റി റിപ്പോർട്ടുകളാണ് ടാറ്റ ടീ കമ്പനി മൂന്നാർ നടത്തുന്ന അനധികൃത സർക്കാർ ഭൂമി കയ്യേറ്റത്തെക്കുറിച്ചും അനധികൃത ഭൂമി വിൽപ്പനയെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവന്നത്. 2002 മുതൽ മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നിരന്തരമായി പ്രവർത്തിച്ച അനുഭവങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ജലസംഭരണിയോട് ചേർന്ന് കിടന്നതും വൈദ്യുതി വകുപ്പിൻ്റെ കൈവശമുള്ളതുമായ 310 സെൻറ്റ് ഭൂമി കോൺഗ്രസിലെ ദേവികുളം MLA AK മണിയുടെ നേതൃത്വത്തിലുള്ള ഒരു കടലാസ സംഘടനയ്ക്ക് കൈമാറിയ സർക്കാർ നടപടി ഞാൻ പത്രസമ്മേളനത്തിൽ ചോദ്യം ചെയ്തു. സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി 2006 ജനുവരി 5 ഞാൻ ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമും പരിസരവും സന്ദർശിക്കുകയുണ്ടായി. ഈ ഭൂമി തിരിച്ചെടുക്കാൻ നടപടിയെടുക്കണമെന്ന് കാണിച്ച് അന്നത്തെ മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. അതൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ഓർമ്മ കാണില്ല. V.S. അച്യുതാനന്ദൻ്റെ മൂന്നാർ ദൗത്യം വൻ പരാജയമായിരുന്നു എന്നാണല്ലോ ഇപ്പോൾ രമേശ് ചെന്നിത്തല കണ്ടെത്തിയിട്ടുള്ളത്. അതിലേക്ക് വരാം. 2006 LDF സർക്കാർ അധികാരത്തിലെത്തി പിന്നീടുണ്ടായ നടപടികൾ കേരളം കണ്ടതാണ്. ടാറ്റയുടെ ബോർഡുകൾ വലിച്ചെറിഞ്ഞ് 12,000-ൽ പരം ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ച് 92 അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി. UDFൻ്റെ അഷ്വറൻസ് കമ്മിറ്റി റിപ്പോർട്ട് ഏട്ടിലെ പശുവായിരിക്കാൻ സമ്മതിച്ചില്ല എന്നർത്ഥം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാനാണ് എൻ്റെ സർക്കാർ ശ്രമിച്ചത്. അന്നത്തെ മൂന്നാർ ഓപ്പറേഷനോട് ജനങ്ങൾ അനുകൂലമായി പ്രതികരിച്ചു എങ്കിലും UDFുകാർ വിദണ്ഡവാദങ്ങളും ഉന്നയിക്കുകയല്ലേ ചെയ്തത്. ഒടുവിൽ 2011 UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മൂന്നാറിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. LDF സർക്കാർ ഒഴിപ്പിച്ച ഭൂമിയെല്ലാം വീണ്ടും കയ്യേറിയിരിക്കുന്നു. വീണ്ടും അവിടെ റിസോർട്ടുകൾ ഉയർന്നു. കനത്ത ചൂട് താങ്ങാനാവാതെ മൂന്നാറിലെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങി. ഈ കാലമത്രയും KPCC പ്രസിഡൻറ്റും UDF സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അപ്പോഴേക്ക് ഉറങ്ങുകയായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒഴിപ്പിച്ച ഭൂമിയുടെയും പൊളിച്ച റിസോർട്ടുകളുടെയും കണക്ക് ഞാൻ വയ്ക്കാം. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് സർക്കാരിലേക്ക് തിരിച്ചുപിടിച്ച ഒരേക്കർ ഭൂമിയോ പൊളിച്ചു മാറ്റിയ ഒരു കെട്ടിടമോ കാണിച്ചു തരാമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എല്ലാ കയ്യേറ്റങ്ങളുടെയും ഒരറ്റത്ത് ചെന്നിത്തലയുടെ പാർട്ടിയുണ്ടായിരുന്നു എന്ന വസ്തുത ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? അന്ന്
ഞങ്ങൾ പൊളിച്ച മൂന്നാർ വുഡ്സ്, ക്ലൗഡ് 9, B6, BCG, ഓതമേട് തുടങ്ങിയ റിസോർട്ടുകളെല്ലാം കാടായി നിൽക്കുന്നുണ്ടല്ലോ. എന്നാൽ തിരുവഞ്ചൂർ റവന്യൂ മന്ത്രിയായിരുന്ന കാലത്ത് കൊട്ടിഘോഷിച്ച് ഏറ്റെടുത്ത ചിന്നക്കനാലിലെ ജോയ്സ് റിസോർട്ട് ഉടമകളുടെ കയ്യിൽ എങ്ങനെ തിരിച്ചെത്തി എന്ന കാര്യം ചെന്നിത്തല അന്വേഷിക്കുന്നുണ്ടോ? അന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് നിർത്തിയിരുന്ന പള്ളിമാസൽ, ചിത്തിരപുരം, ഓതമേട്, ചിന്നക്കനാൽ, ലക്ഷ്മി തുടങ്ങിയ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളുണ്ടായതിൻ്റെയും പലതിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞതും മൂന്നാറിലേക്ക് യാത്ര പോയ രമേശ് ചെന്നിത്തല നേരിട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. മൂന്നാർ മേഖലയിൽ കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോഴും നിർബാധം നടക്കുകയാണെന്നാണ് മാധ്യമപ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹൃദയഭേദകമാണ് നിങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ. പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ, മൂന്നാറിൻ്റെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി. ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ റിസോർട്ടുകളാണ് വേണ്ടതെന്ന വാദവും കള്ളക്കണ്ണുകളുള്ളവർ ഉയർത്തുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നത് റിസോർട്ടുകളിൽ താമസിക്കാനല്ല, മൂന്നാറിൻ്റെ പാരിസ്ഥിതിക സവിശേഷതകൾ ആസ്വദിക്കാനാണ് എന്ന് അറിയാത്തവരല്ല ഈ വാദം ഉയർത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറപ്പെടരുത്. നമ്മുടെ പ്രകൃതിയും പരിസരവും കുത്തകൾക്ക് ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുക്കരുത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാനം ഇതായിരുന്നു. ഈ ഉറപ്പ് പാലിക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണ്. ഹൈക്കോടതി 2016 നവംബറിൽ അവിടുത്തെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു കളയണമെന്ന് ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ഇപ്പോൾ നിയമസഭാ കമ്മിറ്റിയുടെ റിപ്പോർട്ടും വന്നിരിക്കുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു കളയണമെന്നുമാണ് റിപ്പോർട്ടിൻ്റെ കാതലായ ഭാഗം. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നും അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു കളയുമെന്നും ഉള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഈ സർക്കാർ കൈക്കൊണ്ടത്. എന്നാൽ ഭൂമാഫിയയുടെ ആളുകളും കയ്യേറ്റം നടത്തുന്നവരുമെല്ലാം പരസ്യമായി കയ്യേറ്റം ഒഴിപ്പിക്കലിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അത് പണ്ടും സംഭവിച്ചതാണ്. ഭൂമാഫിയയുടെ കയ്യിൽ നിന്നും അവർ എത്ര ഉന്നതരായാലും ഓരോ ഇഞ്ച് കയ്യേറ്റ ഭൂമിയും ഒഴിപ്പിച്ചെടുക്കുക തന്നെ വേണം. ആർജവത്തോടെ അതിന് മുതിരുന്നവരുടെ കൈവെട്ടും കാലുവെട്ടും, 2 കാലിൽ നടക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ വിളിച്ചു കൂവുന്ന ഭൂമാഫിയകളെ നിലയ്ക്ക് നിർത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കടമ. ഇത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരുടെ പ്രേരണയാലാണ് നടപടികൾ എടുക്കുന്നത് എന്നതല്ല, എന്ത് നടപടികളാണ് എടുക്കുന്നത് എന്നാണ് പ്രധാനം. ആ നിലയിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലത്തോളം
അത്തരം ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പിന്തുണയുണ്ടാകും. മൂന്നാറിലെ കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും ഒരുപോലെ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. അവിടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരെ കയ്യേറ്റക്കാരായി കാണാനാവില്ല. എന്നാൽ അടുത്തയിട നടന്ന കയ്യേറ്റങ്ങൾ ആ ഗണത്തിൽ വരില്ല. മൂന്നാറിലെ കോറികളെയും ഏലപ്പാട്ട ഭൂമികളിലെ ബഹുദിന കെട്ടിട നിർമ്മാണങ്ങളെയും ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഇത്തരക്കാർക്ക് വേണ്ടി വാദിക്കുന്നവർ ആരായാലും അത് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അല്ലെന്ന് വ്യക്തമാണല്ലോ. വാസ്തവത്തിൽ ഭൂമാഫിയ ഗുണ്ടകളുടെ നിലവാരമുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും വലിയ നിക്ഷേപങ്ങളുള്ളവരെ ജനങ്ങൾക്കറിയാം. അവരെ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. കയ്യേറ്റങ്ങൾ മൂന്നാറിൽ വ്യക്തമായി പരിമിതപ്പെടുന്നില്ല. നമ്മുടെ കായലുകളും നദികളും കടൽ തീരങ്ങളുമെല്ലാം സ്വകാര്യ വ്യക്തികൾ കയറുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും വിഭവ ചൂഷണം നടത്തുകയും ചെയ്യുന്നു. ഈ നിയമവിരുദ്ധ നടപടികളെല്ലാം കോടതികൾ വഴി സാധൂകരിച്ചെടുക്കാൻ ഈ കൂട്ടർക്ക് കഴിയുന്നു എന്നത് ഗൗരവമായി തന്നെ ഞങ്ങൾ കാണുന്നു. DLF ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ കാര്യത്തിലും മൂന്നാറിലെ റിസോർട്ടുകളുടെ കാര്യത്തിലും പാറ്റൂരിലെ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിലും സ്വാശ്രയ കോളേജുകളിലെ കയ്യേറ്റങ്ങളുടെ കാര്യത്തിലും എല്ലാം സർക്കാർ ജാഗരൂകമായി കേസുകൾ നടത്തുകയാണ് വേണ്ടത്. കേരളത്തിൻ്റെ ഓരോ ഇഞ്ച് ഭൂമിയും സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ്. കോവളം കൊട്ടാരം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ എക്കാലവും ഒത്താശ ചെയ്തത് UDF സർക്കാരാണ്. കോടതിയിൽ ഒത്തുകളിച്ചതിൻ്റെ ഫലമായി കൊട്ടാരം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഏറ്റെടുത്ത നടപടി സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു. അതിനെതിരെ എന്തു ചെയ്യുവാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷ സർക്കാർ ആലോചിച്ചത്. സിവിൽ കേസ് ഫയൽ ചെയ്യണമെന്ന നിയമോപദേശം കയ്യിൽ കിട്ടിയിട്ട് ഉണ്ട്. എത്രയും പെട്ടെന്ന് അതിന് തയ്യാറാവണം. അതിന് പകരം ആ നിയമോപദേശത്തെ ഇല്ലാതാക്കാൻ എന്ത് ഉപദേശം തേടാമെന്ന് ആവും വ്യവസായി ആലോചിക്കുക. അതിനു മുമ്പ് സർക്കാർ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി, നമസ്കാരം, അഭിവാദനങ്ങൾ. ഒരാളിപ്പം മന്ത്രിയാണ്, ഇന്നൊരാളിപ്പം ദിവസത്തിന്റെ കൈ അടിച്ചൊടിക്കുമെന്ന് പറഞ്ഞാൽ CPM-ന്റെ MLA ആണ്. അദ്ദേഹം ഭൂമാഫിയുടെ ആളാണ്. സംശയം വല്ലതും ഉണ്ടോ? അതെ, സബ് കളക്ടർ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നയാളാണ്. വേണ്ടി വരികയാണെങ്കിൽ മന്ത്രികളുടെ കാര്യം പറഞ്ഞു. ഈ സർക്കാർ അദ്ദേഹത്തിലേക്ക് 2 മാസത്തിനകം 99 പ്രതിദിന മന്ത്രികൾക്ക് 78 ഫ്ലാറ്റുകളുണ്ട്. അനധികൃതമായിട്ട് NOC കൊടുത്തു. വിജിലൻസ് അന്ന് ഫയർഫോഴ്സിന്റെ മേധാവിയുടെ 2 മാസം കൊണ്ട് അവിടെ തെളിയിക്കുണ്ടായിരുന്നു. 10 കോടി രൂപയുടെ അഴിമതിയാണ് ഇപ്പം മംഗളം ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. അല്പം മുമ്പ് എന്തെങ്കിലും തരത്തിൽ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന നാടിൻ്റെ താല്പര്യത്തിന് അനുരോധമായ ഏത് കാര്യത്തിനും സംരക്ഷണത്തിനാവശ്യമായ എല്ലാ നടപടികളും എടുത്തിരിക്കും.
പാർട്ടിയുടെ MLA തന്നെ CPM MLA തന്നെ ഇങ്ങനെ കയ്യേറ്റക്കാരെ പ്രോത്സാഹിക്കുമ്പോൾ പാർട്ടി നടപടിയെടുക്കുന്നില്ല. നേരത്തെ ചെയ്തിട്ടില്ല, ഇപ്പോഴും പാർട്ടി അത് സ്വാഭാവികമല്ലേ? നിങ്ങളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. അല്ല, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ അദ്ദേഹം പട്ടയഭൂമിയിലാണ് താമസിക്കുന്നത്, അദ്ദേഹം കയ്യേറിട്ടുന്നതാണ്. അതെ അതെ, അതെല്ലാം ഓരോരുത്തരും പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടിട്ട് നിങ്ങൾ നിഗമനങ്ങളിലെത്തുക. ഈ സർക്കാർ 10 മാസം കഴിയുമ്പോൾ രണ്ടാമത്തെ മന്ത്രിയും രാജിവെച്ചു. സർക്കാരിന്റെ 11 മാസം ആവുന്നുള്ളൂ, 2 മന്ത്രി രാജിവെച്ചു. ഭരണം എങ്ങനെ മുന്നോട്ട്? മന്ത്രിമാര് എത്രയാണുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. ബാക്കിയുള്ളവരെല്ലാം കൂടെ കേരളത്തിന്റെ കാര്യം നോക്കിക്കൊള്ളും. അതെല്ലാം ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തി അതിൻ്റെ ശരി തെറ്റുകളെ സംബന്ധിച്ച് പിന്നീട് ജനങ്ങളെ അറിയിക്കും. പോരാ. നടപടി അത് പരിശോധിക്കണമെന്ന് സർക്കാരിനോടാണ് ആവശ്യപ്പെടുന്നത്. 99 പൊതുജന മന്ദിരങ്ങൾക്കാണ് കേരളത്തിൽ അനുമതി കൊടുത്തിരിക്കുന്നത്. അത് സർക്കാർ അറിയാതെ അല്ലെ വകുപ്പ് മേധാവി ഇല്ലാത്ത സമയം നോക്കിയാണ്. പല വകുപ്പുകളും അങ്ങനെ നടന്നു വന്നത്. ഇതെല്ലാം അത് അന്വേഷിക്കണ്ടേ? പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കണം. അതിൽ ഭയങ്കരമായ അഴിമതിയാണ് നടന്നത്. കാരണം 3 DGPമാര് ഡയറക്ടർമാരെ അനുമതി കൊടുക്കാതെ മാറ്റിവെച്ചിരുന്ന കെട്ടിടങ്ങൾക്കാണ് വെറും 60 ദിവസം കൊണ്ട് 60 പ്രവൃത്തി ദിവസം കൊണ്ട് 7000 ഒപ്പുകളാണ് ആ അനുമതി കിട്ടിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ അനുമതി കൊടുക്കുകയായിരുന്നു. ഈ പറഞ്ഞ കണക്ക് 10 കോടി രൂപയുടെ അഴിമതിയാണ് അതിൽ നടന്നിരുന്നത്. ഇതെല്ലാം അന്വേഷിച്ച് ആവശ്യമായ ശരിയായ തീരുമാനങ്ങൾ ദേശസ്നേഹികളായ നമ്മുടെ ജനങ്ങളെ അറിയിക്കണം. കുറച്ച് VS അച്യുതാനന്ദൻ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. UDF സർക്കാരിന്റെ കാലത്താണ് കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളതെന്നും എത്ര ഉന്നതരാണെങ്കിലും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുമെന്നും കയ്യേറ്റത്തിന്റെ അങ്ങേയറ്റത്ത് ചെന്നിത്തലയുടെ പാർട്ടിയാണെന്നും VS പറഞ്ഞു.